ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 48-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായം ശമൂവേൽ 1-ാം പുസ്തകം ആരംഭിക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ ചരിത്രത്തോടു കൂടെയാണ്. നാം ഓർത്തതുപോലെ ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. യബനേസരിനരികെ പാളയം ഇറങ്ങി. ഫെലിസ്ത്യർ അഫേക്കിലും പാളയം ഇറങ്ങി. എന്നാൽ 2-ാം വാക്യത്തിൽ ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ ഇസ്രായേലിയരെ ഫെലിസ്ത്യർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു എന്നുള്ളത് നാം കാണുന്നു. എന്നാൽ 3-ാം വാക്യത്തിൽ ഇസ്രായേലി മൂപ്പന്മാർക്ക് തങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം സ്വർഗത്തിലെ ദൈവം അവരോടൊപ്പം ഇല്ലാതിരുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നാം ഓർത്തതുപോലെ ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത് എന്ന് ശമൂവേൽ 1-ാം പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നു. എന്നാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകത്തിലേക്കും വരുമ്പോൾ ദൈവം അവരോട് കൂടെ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം ഓർത്തതുപോലെ പരാജയത്തിൻ്റെ കാരണം ദൈവം കൂടെ ഇല്ലാത്തതാണ് എന്ന് ഇസ്രായേൽ മൂപ്പന്മാർക്ക് മനസ്സിലായി. എന്നാൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമെന്താ? അവർ ശരിയായിട്ടുള്ള അനുതാപത്തിലേക്കോ അവർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് സമ്മതിക്കുകയോ ചെയ്യാതെ അവർ അവരുടേതായിട്ടുള്ള നിലയിൽ ചില പരിഹാരം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. 3-ാം വാക്യത്തിൽ അവരുടെ പരിഹാരം എന്താണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ പറയുന്നു, നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. ആ നിയമപ്പെട്ടകം നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞ് അവർ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഉപരിപ്ലവമായ കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. നാം ഓർത്തതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. മറിച്ച് ജീവിതത്തിൽ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഓർത്ത് അനുദപിക്കുകയും ദൈവമുൻപാകെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വരികയും കണ്ണുനീരോടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവമുൻപാകെ ശരിയായി തിരിച്ചു വരികയുമാണ് ഏക പോംവഴി എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേയുള്ള മൂപ്പന്മാർ പറഞ്ഞ പരിഹാരം വാസ്തവത്തിൽ ദൈവം അങ്ങനെയല്ല ആഗ്രഹിച്ചു എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യമാണ്. യഥാർത്ഥ അനുതാപത്തിനു പകരം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം കൊണ്ടുവരിക എന്നുള്ളതായിരിക്കുന്ന ആ ആലോചന, ആത്മീക തിമിരം ബാധിച്ച ഇസ്രായേൽ മൂപ്പന്മാരുടെ ആലോചന ജഡികരായ ജനത്തിന് നന്നേ ബോധിക്കുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ആത്മീയമായ നിലയിൽ പരിഹരിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ ആത്മീയമായ നിലയിൽ പരിഹരിക്കാതെ ജഡികമായ ആലോചനകൾ പറഞ്ഞാൽ അത് ജഡികരായ വിശ്വാസികൾക്ക് അംഗീകരിക്കുവാൻ വേഗത്തിൽ സാധിക്കുമെന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ ചെയ്യുന്നത്? അതോ ജഡികമായ തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജഡത്തിൽ ആശ്രയിച്ചാണോ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് നോക്കുന്നത്? ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജഡത്തിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പരിഹരിപ്പാൻ ശ്രമിച്ചാൽ അത് വിജയിക്കുകയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പരാജയത്തിലേക്ക് പോകും എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന വസ്തുതയാണ്. 4-ാം വാക്യം ശ്രദ്ധിച്ചാലും, അങ്ങനെ ജനം ശിലോവിലേക്ക് ആളയച്ചു. അവർ കിരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു.
ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തോടു കൂടെ ഉണ്ടായിരുന്നു. ഓർക്കണം, ഈ പുരോഹിതന്മാരായ 2 പേർ എന്തിനാണ് യുദ്ധക്കളത്തിൽ ദൈവത്തിൻ്റെ പെട്ടകത്തിനൊപ്പം വരേണ്ടി വന്നത്? വാസ്തവത്തിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതിന് അവർ ഏൽപ്പിക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓർക്കണം, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് പുറംതിരിഞ്ഞു നിന്ന് ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ പാപം ചെയ്ത് ഏറ്റവും മ്ലേച്ഛത പ്രവർത്തിച്ച് ദൈവിക വിഷയങ്ങളിൽ അനാസ്ഥ കാണിച്ച് മനസ്സ് തിരിയാതെ മത്സര മനോഭാവത്തോടെ മുന്നോട്ട് പോയ ഈ 2 പുരോഹിതന്മാരുടെയും വിധി സ്വർഗം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആർക്കും തടുക്കുവാൻ കഴിയാതെ അവർ നടന്നെടുക്കുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധിയെ തടുക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. എന്നാൽ യഥാർത്ഥമായ മാനസാന്തരമുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണ്. അങ്ങനെ ക്ഷമിക്കുമ്പോഴും വന്നുപോയ പാപങ്ങളുടെ ചില പരിണിത ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എത്ര വിശുദ്ധമായ ജീവിതമാണ്, എത്ര ജാഗ്രതയോടെയുള്ള ജീവിതമാണ് ദൈവമക്കൾ നയിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. ഇവർ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യമാണ് ഹൃദയത്തിലേക്ക് വരുന്നത്. അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് എന്തായിരുന്നു ദൈവത്തിൻ്റെ വിധി? നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിക്കും ഫിനെഹാസിനും ഭവിപ്പാനിരിക്കുന്നത് ഏലിയെ നിനക്കൊരടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. നോക്കുക, അവർ നീചന്മാരായിരുന്നു, മ്ലേച്ഛന്മാരായിരുന്നു, യഹോവയെ ഓർക്കാത്തവരായിരുന്നു, ദൈവത്തിൻ്റെ വഴിപാട് നിന്ദിച്ചവരായിരുന്നു. അവരുടെ പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നുവെന്നും കാണുവാൻ കഴിയുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് പാപത്തിൽ തുടർന്നാൽ നീക്കുപോക്കില്ലാത്ത നാശം ജീവിതത്തിൽ സംഭവിക്കും. അതാണ് ഹൊഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും ചരിത്രം. ഈ നിയമപ്പെട്ടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരിക എന്ന തീരുമാനത്തോടുകൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നൽകപ്പെടുന്ന കൃപയുടെ സമയങ്ങൾ അത് നഷ്ടപ്പെടുത്താതിരിപ്പാൻ ഓരോ ദൈവത്തിൻ്റെ പൈതലും ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഭൂമി ഒരു വലിയ ന്യായവിധിയിലേക്ക് പോകുകയാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മുൻപിൽ ഒരു വലിയ ന്യായവിധി വരാനായിട്ട് പോവുകയാണ്. യേശു ക്രിസ്തുവിനെ അവഗണിക്കുമ്പോൾ നിത്യമായ നരകത്തിലേക്കാണ് അങ്ങ് യാത്ര ചെയ്യുന്നതെന്നുള്ളത് മറക്കുവാൻ പാടില്ല. എന്നാൽ കാൽവറി ക്രൂശിൽ പ്രാണൻ തന്നെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു അങ്ങയെ സ്നേഹത്തോടെ ഇന്ന് വിളിക്കുകയാണ്. അങ്ങയുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു ദൈവ പൈതലായി തീരുവാൻ ഇന്ന് അങ്ങയ്ക്ക് അവസരമുണ്ട്. യേശു കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുക, കർത്താവിനോട് ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു അങ്ങയുടെ ദൈവവും കർത്താവും രക്ഷിതാവുമാണ് എന്ന് ഹൃദയപൂർവ്വം സമ്മതിക്കുക. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ദൈവമക്കളാക്കി തീർത്ത് ന്യായവിധിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ ദൈവത്തിന് ഇന്നും മനസ്സുണ്ട്. അതിനായിട്ട് കർത്താവ് അങ്ങയ്ക്ക് കൃപ തരട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.